വെള്ളരിക്കുണ്ടിൽ നടന്നുവരുന്ന കർഷക സ്വരാജ് സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സമരപന്തലിലെത്തി. വന്യമൃഗശല്യം നേരിടാൻ ആധുനികവും പരമ്പരാഗതവുമായ മാർഗങ്ങൾ അവലംബിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. This news sponsored by BioPlus മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. നിയമസഭയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പ്രതിപക്ഷം ഏറ്റവും ഉന്നയിച്ച വിഷയമാണ് വന്യമൃഗശല്യം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ. വന്യമൃഗശല്യം നേരിടാൻ ആധുനികവും പരമ്പരാഗതവുമായ മാർഗങ്ങൾ അവലംബിക്കേണ്ടതുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രസ്താവിച്ചു. എന്നാൽ ഇന്ന് ഇതൊന്നും നടക്കുന്നില്ല. ഈ പ്രശ്നത്തിന് സുസ്ഥിരമായ പരിഹാരം കാണാതെ കേരളത്തിന് മുന്നോട്ടു പോകാനാവില്ല. വെള്ളരിക്കുണ്ടിൽ നടക്കുന്ന കർഷക സ്വരാജ് സത്യാഗ്രഹത്തിന് അഭിവാദ്യം അർപ്പിക്കാനാണ് പ്രതിപക്ഷ നേതാവ് സമരപന്തലിൽ എത്തിയത്. കർഷക സ്വരാജ് സത്യാഗ്രഹത്തോടൊപ്പം താനുണ്ടെന്ന് അദ്ദേഹം സമര നേതാക്കൾക്ക് ഉറപ്പു നൽകി. നിരവധി ആളുകളാണ് ഇന്നും മുള്ളൻപന്നി പിടിച്ച് ആക്രമണത്തിൽ പരിക്കേറ്റ് ഒരാൾ ആശുപത്രിയിലാണ്. എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഞാൻ തന്നെ മുൻകൈയെടുത്ത് മലയോര യാത്ര ഞങ്ങൾ മലയോരത്ത് കൂടി നടത്തും. പക്ഷേ ആ ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനമല്ല ഇതുവരെ ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളോട് വൈൽഡ് ലൈഫ് ആക്ടിൽ വരുത്തേണ്ട ഭേദഗതികളുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വെടിവെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം അത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ളൊരു കാര്യമാണെന്നാണ് എൻ്റെ വിചാരം. അതിന് കാര്യമായ ഫലപ്രാപ്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ നിയമസഭയിൽ അത് തുറന്നും പറഞ്ഞു. എന്തായാലും ഒരു കാര്യം ഇവിടെ വന്നതുകൊണ്ടല്ല, ഉറപ്പായി ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും നടത്തുന്ന പോരാട്ടത്തിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും എന്ന് വിനയപൂർവ്വം പറയുന്നു. പരിഹാരം ഉണ്ടാക്കിയിരിക്കും. പരിഹാരം ഉണ്ടാകണം, ഉണ്ടായ മതിയാവും. മലയോരത്തെ ജനങ്ങളെ വന്യജീവികളുടെ വിട്ടുകൊടുക്കാൻ, അവരുടെ വിധിക്ക് വിട്ടുകൊടുക്കാൻ ഒരു കാരണവശാലും തയ്യാറാകരുത്. അതിനെതിരായി കർഷക സ്വരാജ് നടത്തുന്ന ഈ സത്യാഗ്രഹത്തിന് ഞാൻ എല്ലാ അഭിവാദ്യങ്ങളും. സത്യാഗ്രഹ പന്തലിൽ വെച്ച് പ്രതിപക്ഷ നേതാവിനെ ജിമ്മി ഇടപ്പാടി ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ബളാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം, ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷോബി ജോസഫ്, PG ദേവ്, ഫെറോന വികാരി ഡോക്ടർ ജോൺസൺ അന്ത്യാൻകുളം, സണ്ണി പൈക്കട തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.